ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇത് നോട്ട് 20 അൾട്രാ 5Gയുടെ അൺബോക്സിംഗ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. ഇതാണ് ഫോൺ. ഈ ഫോണിൽ 12 GB റാമാണ്. അതുപോലെ നോട്ട് 20 വരുന്ന 8 GB റാമാണ്. ഇതിൻ്റെ ബാറ്ററി 4500 mAh ആണ്. അതായത് നല്ലോണം ഫോൺ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ 25% ബാക്കി ഉണ്ടാവും. അപ്പോൾ നല്ല അടിപൊളി ബാറ്ററി ലൈഫാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ചാർജർ എന്ന് പറയുന്നത് 25 വാട്ടിൻ്റെ ആണ്. നമ്മുടെ ഈ അൾട്രാ 5Gയുടെ കളർ എന്ന് പറയുന്നത് മിസ്റ്റിക് ബ്രോൺസ് കളറാണ്. അതായത് നമുക്കിത് ചിലപ്പോൾ ഒറ്റ ലുക്കിൽ തോന്നാം ഐഫോണിൻ്റെ റോസ് ഗോൾഡ് പോലെ, പക്ഷേ ഈ കളറിൻ്റെ പേരെന്ന് പറയുന്നത് മിസ്റ്റിക് ബ്രോൺസ് ആണ്. നോട്ട് 20 5G വരുന്നത് മിസ്റ്റിക് ബ്രോൺസ്, അതേപോലെ തന്നെ മിസ്റ്റിക് ഗ്രീൻ, മിസ്റ്റിക് ഗ്രേ, ഇങ്ങനെ 3 കളർ വേരിയൻസിലാണ്. എന്നാൽ അൾട്രാ 5Gക്ക് ആണെങ്കിൽ മിസ്റ്റിക് വൈറ്റ്, മിസ്റ്റിക് ബ്ലാക്ക്, മിസ്റ്റിക് ബ്രോൺസ്, ഇങ്ങനെ 3 കളർ വേരിയൻസിലാണ് അൾട്രാ 5G വരുന്നത്. ഈ ഫോണിൻ്റെ കൂടെ വരുന്ന ചാർജിങ് കേബിൾ 2 സൈഡിലും USB-C ആണ്. ഇതിൻ്റെ ചാർജറിൽ വേറെ ഫോണിൻ്റെ കേബിൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ കണക്ഷൻ പോർട്ടിൽ USB-C ആണുള്ളത്. അതായത് ഐഫോണിൻ്റെ ഒന്നും ചാർജിങ് കേബിൾ ഈ ചാർജറിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിന് 3.5 mm ഓഡിയോ ജാക്ക് ഇല്ല. നമുക്ക് ഒന്നുകിൽ ഇതിൻ്റെ കൂടെ വരുന്ന USB-C പോർട്ടുള്ള ഹെഡ്ഫോണാണ് ഇതിൻ്റെ കൂടെ വരുന്നത്, അത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ യൂസ് ചെയ്യാം. നമുക്കറിയാം ഇതിന് മുൻപേ ഉള്ള സാംസങ് ഫോണിലൊക്കെ തന്നെയും നമ്മുടെ വോളിയം കൺട്രോൾ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലായിരുന്നു അല്ലേ. ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ ഫോണിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് റൈറ്റ് സൈഡിലേക്കാണ്. വോളിയം കൺട്രോൾ ഇരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. അതുപോലെ എസ് പെന്നിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചുമാണ്. അത് ആദ്യം റൈറ്റ് സൈഡിലായിരുന്നു, ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് എസ് പെൻ ഉള്ളത്. ഈ ഫോണിന് ബാക്ക് ക്യാമറ 3 ക്യാമറയാണുള്ളത്. 12 മെഗാ-പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ, അതുപോലെ തന്നെ 108 മെഗാ-പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ വരുന്നത് 12 മെഗാ-പിക്സലിൻ്റെ ടെലിഫോട്ടോ ക്യാമറയാണ്. പിന്നെയുള്ള വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലേസർ ഓട്ടോ ഫോക്കസ് സെൻസറാണ്. ഈ ഫോണിൻ്റെ ഫോട്ടോ ക്വാളിറ്റി അടിപൊളിയാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഫോട്ടോ നമ്മുടെ 12 മെഗാ-പിക്സൽ ടെലിഫോട്ടോ ക്യാമറ ലെൻസ് യൂസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ, അതായത് സെൽഫി ക്യാമറ വരുന്നത് 10 മെഗാ-പിക്സലാണ്. ഇതൊരു പഞ്ച് ഹോൾ ഡിസൈനിലാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സെൽഫിയും അടിപൊളി സെൽഫി ആണ്. ഈ ഫോണിൻ്റെ ചാർജിങ് വളരെ ഫാസ്റ്റാണ്. നമുക്കൊരു 15 മിനിറ്റ്സ് ഒക്കെ കൊണ്ട് ഒരു എബവ് 50% ഒക്കെ നമുക്ക് ചാർജ് ആയിട്ടുണ്ടാവും. പിന്നെ വേറൊരു കുഴപ്പം എന്ന് പറയുന്നത്, ചെറിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ പെട്ടെന്ന് ഫോട്ടോ എടുക്കുമല്ലോ. അതായത് ബേസ്റ്റ് ഷോട്ട് അല്ലാണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. അതായത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഇതിൻ്റെ ചെറിയൊരു പ്രോബ്ലം. പക്ഷേ ഓവറോൾ ഫോട്ടോ പെർഫോമൻസ് എന്ന് പറയുന്നത് അടിപൊളി തന്നെയാണ്. ഇനി ഈ ഫോണിൽ അൾട്രാസോണിക് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് ഉള്ളത്. ഇത് വളരെ ഫാസ്റ്റും ആക്യുറേറ്റും ആണ്.
ഇനി ഈ ഫോണിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാംസങ് ഡെക്സ് വയർലെസ് കണക്ഷനാണ്. അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെക്സ് എന്ന് പറഞ്ഞാൽ ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് സപ്പോർട്ടാണ്. അതായത് നമുക്ക് ഈ ഫോണ് നമുക്ക് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആദ്യമൊക്കെ ഈ ഫീച്ചർ നമുക്ക് ഉണ്ടായിരുന്നു, പക്ഷേ യൂസ് ചെയ്യണമെങ്കിൽ കേബിൾ വഴി നമുക്ക് കണക്ട് ചെയ്യണമായിരുന്നു. ഇപ്പോൾ എല്ലാ നോട്ട് 20യിലും വയർലെസ് ഡെക്സ് സപ്പോർട്ട് ഉണ്ട്. ഇനി നമുക്ക് ഏറ്റവും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസിനെ പറ്റിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ 1,05,000 റുപ്പീസാണ് ഇതിൻ്റെ ഇന്ത്യയിലത്തെ പൈസ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ അവൈലബിൾ ആകുന്നത് 506 BDക്കാണ്, ബഹ്റൈൻ ദിനാറിനാണ് ഇവിടെ അവൈലബിൾ ആകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ അൺബോക്സിങ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.